ഹായ് എവരിവൺ, ഡോക്ടർ ഡാനിൽ സലീമാണ്. നമ്മളിന്ന് സംസാരിക്കുന്നത് വെരിക്കോസ് വെയിനെ കുറിച്ചാണ്. ഇപ്പം വെരിക്കോസ് വെയിൻ ഇല്ലാത്ത ആളുകളില്ലെന്ന് പറയാം. നമ്മുടെ കാലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പാമ്പിനെ പോലെ വളഞ്ഞ് ഇരിക്കുന്ന സിരകളുണ്ടാവും. ഇതിനെയാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വെരിക്കോസ് വെയിനെ കുറിച്ച് നമ്മൾ നല്ലോണം അറിഞ്ഞിരിക്കണം. കാരണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് അതിൻ്റെ ചികിത്സ എന്നുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഇന്ന് പറയാം. കാരണം അട്ട കഴിപ്പിച്ച് ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാവോ, അങ്ങനെയൊക്കെ ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട്. അട്ട കടിച്ചതിന് ലീച്ച് തെറാപ്പി എന്ന് പറയും. ആ അട്ട കടിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറുമോ, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ വെരിക്കോസ് വെയിൻ്റെ എന്തൊക്കെയാണ് കാരണങ്ങളെന്ന് പറയാം. പ്രധാനമായിട്ടും നമുക്കറിയാവുന്ന പോലെ കൂടുതൽ നേരം നിൽക്കുക, കൂടുതൽ നേരം ഇരിക്കുക. സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം കൂടുതൽ നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഒത്തിരി നേരം ഇരിക്കുന്ന ആളുകളിലും ഇതുപോലെ വെരിക്കോസ് വെയിൻ വരാം. അതുപോലെ തന്നെ അമിതമായി നിൽക്കുന്ന വ്യക്തികൾ, ഇപ്പോൾ ട്രാഫിക് പോലീസ്, ഡോക്ടർ, സർജൻ പോലുള്ള ആളുകൾക്കെല്ലാം ഒത്തിരി നേരം നിന്നാലും നമുക്ക് എന്ത് വരാം, ഈ കാലിന് വെരിക്കോസ് വെയിൻ പോലുള്ള വരാം. പിന്നെ പ്രായം കൂടുതൽ ഉള്ള ആളുകളിൽ വെരിക്കോസ് വെയിൻ വരാറുണ്ട്. സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് വെരിക്കോസ് വെയിൻ ഉണ്ടാവാറുണ്ട്. പിന്നെ പ്രഗ്നൻസി ഉള്ളവരിൽ വെരിക്കോസ് വെയിൻ ഉണ്ടാവാറുണ്ട്. പ്രഗ്നൻസി ഉണ്ടെങ്കിൽ വളരെ കോമൺ ആയിട്ട് വെരിക്കോസ് വെയിൻ വരും. പേടിക്കേണ്ട, സാധാരണഗതിയിൽ പ്രഗ്നൻസി കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ട് മാറാറുണ്ട്. പിന്നെ എക്സസൈസ് തീരെ ഇല്ലായ്മ കാരണവും വെരിക്കോസ് വെയിനൊക്കെ ഉണ്ടാവാറുണ്ട്. സിഗരറ്റ് വലിക്കുന്നവരിൽ, പ്രമേഹം അമിതമായി കുറേ നാൾ നിൽക്കുന്നവരിലെല്ലാം വെരിക്കോസ് വെയിൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. സ്ത്രീകളിലാണ് കോമൺ ആയിട്ട് കാണുന്നത്. പ്രത്യേകിച്ച് വണ്ണമുള്ള സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ ഇത് കാണാറുണ്ട്. അതുപോലെ കുറേ നേരം നിൽക്കുവാണ്. അപ്പോൾ അങ്ങനെയുള്ള ജോലിയുള്ളവരിലും ഈ വെരിക്കോസ് വെയിൻ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുക, സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്നാണ് പറയുന്നത്. കാരണം ഒത്തിരി നേരം നമ്മൾ ഇരിക്കുക ചെയ്താലും നമുക്ക് ഇതുപോലെ വെരിക്കോസ് വെയിൻ വരാം. ഇനി എങ്ങനെയാണ് വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നതെന്ന് പറയാം. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ കാലിൽ വെയിനുകളുണ്ട്, അതുപോലെ ആർട്ടറീസ് ഉണ്ട്. ഇപ്പോൾ വെയിനിലൂടെ പോകുന്നത് അശുദ്ധ രക്തവും ആർട്ടറിയിലൂടെ പോകുന്നത് ശുദ്ധരക്തമാണ്. നിങ്ങൾക്കറിയാം. ശരിക്കും നമ്മുടെ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്നു, അതുകൊണ്ട് ബാക്കി എല്ലാ ഓർഗനിലോട്ടും എത്തുന്നു, ശുദ്ധരക്തം എത്തുന്നു. അപ്പം കാലിൽ നിന്ന് അശുദ്ധ രക്തം മുകളിലോട്ട് ഒഴുകാൻ പറ്റില്ല. കാരണം കാലിൻ്റെ അവിടെ പമ്പിങ് മെഷീൻ ഒന്നും ഇല്ല, അല്ലേ? കാലിൻ്റെ അവിടെ പമ്പിങ് ഒന്നുമില്ല. അപ്പം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റും? നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ സോളിയസ് മസിൽ എന്നൊരു മസിലുണ്ട് കാലിൽ. ആ മസിൽ ഈ കോൺട്രാക്റ്റ് ആവും. നമ്മളിപ്പോൾ കൈ മടക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ശക്തി വയ്ക്കുമ്പോൾ കോൺട്രാക്റ്റ് ആവും, ഇങ്ങനെ സങ്കോചിക്കുന്ന സമയത്ത് അതിൻ്റെ അവിടെ എന്തുണ്ട്? വെയിനുണ്ട്. ആ വെയിനും കോൺട്രാക്റ്റ് ആകുകയും ഈ ബ്ലഡ് മുകളിലോട്ട് പോകും, നേരെ ഹാർട്ടിലോട്ട് വരും. അങ്ങനെയാണ് ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, അതായത് അശുദ്ധ രക്തം ഹാർട്ടിലോട്ട് എത്തുന്നതും ശുദ്ധീകരിക്കുന്നതും എല്ലാം ആ രീതിയിലാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നടക്കുമ്പോൾ ഈ സോളിയസ് മസിൽ കോൺട്രാക്റ്റ് ആവും. ഇനി ഇത് ഒരു വാൾവ് മാത്രമേ ഉള്ളൂ, ഒറ്റ വാൾവേ ഉള്ളൂ. അപ്പം നടക്കുന്ന സമയത്ത് ഇത് സങ്കോചിക്കുമ്പോൾ ഈ വാൾവ് തുറക്കുകയും ബ്ലഡ് മുകളിലോട്ട് കയറുകയും ചെയ്യും. അങ്ങനെ മുകളിലെത്തി അടങ്ങി, പിന്നെ താഴോട്ട് വരില്ല, അവിടെ നിൽക്കും. പിന്നെയും നമ്മൾ നടക്കുമ്പോൾ വീണ്ടും ഇത് മുകളിലോട്ട് കയറി നേരെ ഹാർട്ടിലോട്ട് വരും. അപ്പം നമ്മൾ നടക്കാതിരിക്കുന്ന സമയത്ത് എന്ത് പറ്റും? ഈ ബ്ലഡ് അവിടെ കെട്ടിക്കിടക്കും. ഈ പറഞ്ഞ ബ്ലഡ് അവിടെ കെട്ടിക്കിടക്കുമ്പോഴാണ് ഈ പാമ്പ് പോലെ ഈ നമ്മുടെ കാലുകളിലെല്ലാം തടിച്ചു വരും. നമ്മുടെ തൊടയുടെ ഭാഗത്ത്, കാലിൻ്റെ ഭാഗത്ത്, മുട്ടിൻ്റെ ഭാഗത്ത്, അതുപോലെ കാലിൻ്റെ ആംഗിളിൻ്റെ ഭാഗത്തെല്ലാം ഇതുപോലെ പാമ്പ് പോലെ ഇങ്ങനെ തടിച്ച് കാണാം. അപ്പോൾ ഈ ഉൾഭിത്തി കുറേ നാൾ അങ്ങനെ കെട്ടിക്കിടന്നാൽ ആ വെയിനിൻ്റെ ഉൾഭിത്തി നഷ്ടപ്പെടാം. ഉൾഭിത്തി പതുക്കെ നഷ്ടപ്പെട്ട് അത് വലുതാവും. പിന്നെ അതിനുശേഷം വേദന വരും. അതിനുശേഷം നമുക്ക് അൾസറായിട്ട് വരാം, അത് വ്രണമായിട്ട് വരാം. സ്കിന്ന് പൊട്ടി വെരിക്കോസ് അൾസറായിട്ട് മാറാം. അത് ഭയങ്കര മെനക്കെട്ട ഒരു പരിപാടിയാണ്. ആക്ച്വലി ഭയങ്കര പാടാണ്. നല്ല ബ്ലീഡിങ് ആയിട്ടൊക്കെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പേഷ്യൻസ് വരാറുണ്ട്. ബ്ലീഡിങ് സ്റ്റോപ്പ് ആവില്ല, വലിയ പ്രയാസമാണ്. ശരിക്കും നമ്മൾ പറയുന്നത് ഈ മുള്ളെടുക്കാവുന്നത് തൂമ്പ കൊണ്ട് എടുക്കുമെന്നൊക്കെ പറയുന്നില്ല, അതുപോലെയാണ്. ശരിക്കും ചെറിയ ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറ്റാൻ പറ്റുന്നതാണ് ഈ വെരിക്കോസ് വെയിൻ. വളരെ വേഗത്തിൽ ആദ്യം കണ്ടുപിടിച്ചാൽ നമുക്ക് എളുപ്പം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്നത്, ഡോക്ടറിന് നോക്കിയാൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് കളർ ഡോപ്ലർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കാലിൻ്റെ വീനസ് ഡോപ്ലർ സ്കാൻ ചെയ്ത് അറിയാൻ പറ്റും ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാം. കാലിലെ കുറച്ചുകൂടെ താഴോട്ടുള്ള ധമനികളാണെങ്കിൽ അതിനെ ഡീപ്പ് വെയിൻ ത്രോംബോസ് എന്ന് പറയും. അത് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കോംപ്ലിക്കേഷനാണ്. പക്ഷേ ഇത് സൂപ്പർഫിഷ്യൽ വെയിൻസ് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ തടിച്ച് ഒക്കെ വരാം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്? ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം. നമുക്ക് ഈ വെരിക്കോസ് വെയിൻ ആദ്യത്തെ സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജൊക്കെ ആണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റണം. സ്മോക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ സ്മോക്കിംഗ് നിർത്തണം. എക്സസൈസ് കുറവുള്ള വ്യക്തികളാണെങ്കിൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ ഇരിക്കരുത്. ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചൊന്ന് നടന്നതിന് ശേഷം വീണ്ടും വന്നിരിക്കുക. അതുപോലെ തന്നെ കുറച്ച് വ്യായാമങ്ങളുണ്ട്. ഞാൻ വേറൊരു ദിവസം ഒരു വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ആ വ്യായാമം ചെയ്യേണ്ടത്, വെരിക്കോസ് മാറ്റാനുള്ള വ്യായാമങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയാം.
അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യണം. വണ്ണം ഉണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കുക, ഒരു 10% വെയിറ്റ് പെട്ടെന്ന് തന്നെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതിനുള്ള പല വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ക്ലീറോതെറാപ്പി ഇഞ്ചക്ഷനുണ്ട്, അതായത് ആ വെയിനിൽ ഒരു വെയിൻ കരിച്ച് കളയുക ഒരു ഇഞ്ചക്ഷനാണ്. ഇഞ്ചക്ഷൻ ആ വെയിനിൽ കൊടുത്ത് ചെറിയതൊക്കെ ആണെങ്കിൽ അങ്ങ് കരിച്ച് കളയുക. പെട്ടെന്ന് കളച്ച് കഴിഞ്ഞാൽ അത് കോംപ്ലിക്കേറ്റഡ് ആകില്ല, അത് വലുതാകില്ല. കാരണം നമുക്ക് കാലിൽ മൊത്തം വലിയ ധമനികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെറിയ ധമനികളിലാണ് ആദ്യം പ്രോബ്ലം വരുന്നത് മിക്കവാറും. അപ്പോൾ അതുപോലെ അത് കരിച്ച് കളഞ്ഞാലും നമുക്ക് വേറെ വെസൽസ് ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. പിന്നുള്ളത് നമുക്ക് ലേസർ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. ലേസർ ട്രീറ്റ്മെൻറ്റ് ആ ഭാഗത്ത് ലേസർ അടിപ്പിച്ച് കരിപ്പിച്ച് കളയുന്ന ട്രീറ്റ്മെൻ്റ് ആണ്, വളരെ എഫക്റ്റീവാണ്. പക്ഷെ കറക്റ്റായിട്ട് ചെയ്യണം. തൊട്ടടുത്ത ടിഷ്യൂസ് ഒന്നും കരിയാതെ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ തെറാപ്പി ഉണ്ട്, അതും ഇപ്പോൾ പല ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു ലേസർ ട്രീറ്റ്മെൻ്റ് ആണ്. വളരെ വേഗത്തിൽ രോഗിയെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഗുണം. പിന്നെ ഒത്തിരി കൂടിപ്പോയാൽ, അതായത് വെയിനസ് അൾസറായി നല്ല വെയിനൊക്കെ വളരെ കട്ടി കൂടി നല്ല നീരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെയിൻ സ്ട്രിപ്പിംഗ് ആൻഡ് ലൈഗേഷൻ തെറാപ്പി ഒരു സർജറിയാണ്. ഒരു ആഴ്ചയൊക്കെ നമ്മൾ നല്ലോണം ഒരു 5-6 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണം. കഴിഞ്ഞതിന് ശേഷവും നമ്മൾ കുറച്ച് ദിവസം ശ്രദ്ധിക്കേണ്ട ട്രീറ്റ്മെൻ്റ് ആണ്. പണ്ടൊക്കെ നമ്മൾ ആക്ച്വലി ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു വെയിൻ സ്ട്രിപ്പിംഗ് ആൻഡ് ലൈഗേഷൻ തെറാപ്പി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ക്ലീറോതെറാപ്പി, ഗ്ലൂ തെറാപ്പിയൊക്കെ ഉണ്ട്. പലയിടത്തും ഗ്ലൂ കൊണ്ട് ആ ഒരു വെയിനിനെ, ആ വെസൽസിനെ കളയുവാണ്, ഇല്ലാതാക്കി മറ്റ് ധമനികൾ ഉള്ളതുകൊണ്ട്, വെയിനിൽ വലിയ ധമനികൾ ഉള്ളതുകൊണ്ട് നോർമൽ ആയിക്കോളും, ഒരു പ്രശ്നം ഉണ്ടായില്ല. സാധാരണഗതിയിൽ ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു 4 ആഴ്ച 5 ആഴ്ച കൊണ്ട് പൂർണ്ണമായിട്ടും രോഗി പഴയതുപോലെ ആവും. അപ്പോൾ അതുകൊണ്ട് പേടിക്കണം. ഇപ്പോൾ പ്രത്യേകിച്ചും ഗ്ലൂ ഒക്കെ സൈനോ അക്രിലേറ്റ് എന്നുള്ള ഒരു മെഡിസിനാണ് ഗ്ലൂ തെറാപ്പിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞാൽ വളരെ നൂതനമായിട്ടുള്ളൊരു ടെക്നോളജിയാണ്, ഒത്തിരി ഹോസ്പിറ്റലിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗ്ലൂ തെറാപ്പി എടുത്തു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ഈ വെരിക്കോസ് എന്നുള്ള സാധനം ആദ്യമേ കണ്ടുപിടിച്ചാൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും, വളരെ വേഗത്തിൽ മാറ്റാൻ പറ്റും. ഇനി അട്ട കടിപ്പിച്ച് ഇത് എടുത്തു കളയാനോ ലീച്ച് തെറാപ്പി പലയിടത്തും ചെയ്യുന്നതാണ്. കപ്പിംഗ് ടെക്നിക്ക്, ഹിജാമ ടെക്നിക്കൊക്കെ ചെയ്യാറുണ്ട്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു, ഈ അശുദ്ധ രക്തം അവിടെ കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. ഈ അട്ട കടിപ്പിക്കുമ്പോൾ എന്ത് പറ്റും? ഈ അട്ട ഈ അശുദ്ധ രക്തത്തിനെ എടുത്തു കളയും. അപ്പം അതൊരു താൽക്കാലികമായി നമുക്ക് സുഖം കിട്ടും, ബുദ്ധിമുട്ടെല്ലാം മാറും. പക്ഷെ നമ്മളവിടെ പ്രോബ്ലത്തിനെ അവിടെ അഡ്രസ്സ് ചെയ്യുന്നില്ല പൂർണ്ണമായിട്ടും. അവിടെ എന്താണ് പ്രോബ്ലം? ഈ വെയിനിലുള്ള അശുദ്ധ രക്തം കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് സിംറ്റംസ് ഉണ്ടാകുന്നത്, ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് അശുദ്ധ രക്തി കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ഈ അട്ട കടിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഹിജാമ തെറാപ്പി, അല്ലെങ്കിൽ ആ സമയത്ത് കപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഈ സാധനം പുറത്തു വരുമ്പോൾ ആ ഒരു കുറച്ച് നാളത്തേക്ക് നല്ല ആശ്വാസം കിട്ടും. പക്ഷെ വീണ്ടും ഇത് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പിന്നെ അതുപോലെ ചില ആളുകൾക്ക് തൊലിയുടെ പുറത്ത് ചൊറിച്ചിൽ വരും. ഈ ലീച്ച് തെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ നല്ലവണ്ണം ചൊറിച്ചിലൊക്കെ വരാറുണ്ട്. ചില ആളുകൾക്ക് അവിടെ ഒരു വ്രണം പോലെയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതിനെക്കാട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ ഗ്ലൂ തെറാപ്പിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെരിക്കോസ് വെയിൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. ഇനി നമുക്ക് വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ വെരിക്കോസ് വെയിൻ ഉണ്ട്, നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതുപോലെ ഡോക്ടറിനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, വേദന ഉണ്ടെങ്കിൽ, ശരിക്കും വേദനയല്ല ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ കഴപ്പാണ്. ഒരു തരിപ്പ് പോലെ കാണും, കഴപ്പ് പോലെ കാലിൽ ആ ഭാഗത്ത് ഒരു കഴപ്പ്, എന്തോ ഒരു സാധനം ഇങ്ങനെ നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ്. അല്ലാതെ വേദന അല്ല കാണുന്നത്. വേദന അതിന് ശേഷമാണ് വേദനകൾ വരുന്നത്. കുറേ നാൾ ആ വെരിക്കോസ് വെയിൻ നിന്നതിന് ശേഷമാണ് വേദനയിലോട്ട് പോകുന്നത്. കൂടുതലും എല്ലാവർക്കും ഒരു തരിപ്പ്, ഒരു കഴപ്പൊക്കെയാണ് സാധാരണ കാണുന്നത്, ഒരു കഴച്ചിരിക്കുന്ന പോലെ തോന്നുക. പിന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കാൽ ഉയർത്തി വയ്ക്കുക. ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നല്ലോണം നീര് തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ചെയ്യേണ്ടത്, നമ്മൾ കിടന്നതിന് ശേഷം കാല് ഒരു മതിലിലോട്ട് ചേർത്ത് വയ്ക്കുക. നല്ലോണം ഒരു 90 ഡിഗ്രി ഒരു 15 മിനിറ്റ് ഇങ്ങനെ പൊക്കി വയ്ക്കുക. അപ്പം ആക്ച്വലി ആ കെട്ടിക്കിടക്കുന്ന ബ്ലഡ് എല്ലാം താഴോട്ട് ഒഴുകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതൊരു നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. 15 മിനിറ്റ് ചെയ്യുക. അങ്ങനെ രാവിലെയും രാത്രിയും ആ രീതി ചെയ്ത് കഴിഞ്ഞാൽ വേദന നല്ലവണ്ണം കുറയും. ഈ വെരിക്കോസിൻ്റെ കുറയ്ക്കാൻ വേണ്ടിയുള്ള നല്ലൊരു സക്സസ്ഫുൾ ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നെ ഉറങ്ങുന്ന സമയത്ത് ഒരു 3 തലയണ പൊക്കി വെച്ച് നമുക്ക് 3 തല നമ്മുടെ ഹാർട്ടിനെയും കാട്ടും മുകളിൽ വരണം, എന്നാലേ അത് ഒഴുകുള്ളൂ അല്ലേ. നമ്മൾ ഫിഷ് ടാങ്കിൽ നിന്നൊക്കെ വെള്ളം എടുക്കുമ്പോൾ പറയൂലേ, ഒരെണ്ണം മുകളിലും ഒരെണ്ണം താഴെയായിരിക്കും. അപ്പം ഹാർട്ടിനെയും കാട്ടും മുകളിലത്തെ ലെവലിൽ വേണം നമ്മുടെ കാല് വെക്കാൻ. ഒരു 3 തലയണ വെച്ചതിന് ശേഷം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്ലഡ് ഒഴുകി വരും. മിൽക്കിംഗ് ടെക്നിക്ക് ഉണ്ട്, ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നെക്കി എടുത്ത് കളയുന്ന സ്ക്യൂസിങ് ടെക്നിക്ക് ചെയ്യാറുണ്ട്, മിൽക്കിംഗ് ടെക്നിക്ക് എന്ന് പറയും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ കോൾഡ് വേദന ഉണ്ടെങ്കിൽ സമയത്ത് തണുപ്പ് ഐസ് ഒരു തുണിയിൽ കവർ ചെയ്തതിന് ശേഷം അവിടെ വെച്ച് കഴിഞ്ഞാൽ വേദന നല്ലോണം കുറയും. പിന്നുള്ള ടെക്നിക്ക് നമുക്ക് ഈ കംപ്രഷൻ ബാൻഡേജ്
ആദ്യത്തെ സ്റ്റേജിലൊക്കെയാണ് നീര് വന്ന് തുടങ്ങുമ്പോൾ തന്നെ കംപ്രഷൻ ബാൻഡേജ് ഇട്ട് കഴിഞ്ഞാൽ ഈ വെയിനിൽ കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കുറേയൊക്കെ നമ്മുടെ സിംറ്റംസ് ഒക്കെ കുറയ്ക്കും. പക്ഷെ അപ്പോഴും നമ്മുടെ പൂർണ്ണമായി അതിനെ ട്രീറ്റ് ചെയ്യുന്നില്ല. ആ താൽക്കാലികമായി മാത്രം നല്ല ശമനം കിട്ടും. നമ്മുടെ സോക്സ് പോലത്തെ സാധനമാണ്, ഇങ്ങനെ വലിച്ച് കാലിലോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കംപ്രസ് ചെയ്ത് ഈ വെയിനിലെ ബ്ലഡ് മുകളിലോട്ട് പോകാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാം. ശരിക്കും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലവണ്ണം വ്യത്യാസം വരും. രണ്ട് കാലിലും ഒരുമിച്ച് നല്ലവണ്ണം വെരിക്കോസ് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അത് വേറെ എന്തെങ്കിലും പ്രോബ്ലം ആവാൻ സാധ്യതയുണ്ട്. സാധാരണ പ്രഗ്നന്റ് ലേഡിയിൽ രണ്ട് കാലിലും വരും, അത് നോർമലാണ്. അത് കഴിയുമ്പം 1.5 വർഷമൊക്കെ കഴിയുമ്പോൾ 1.5 വർഷം കഴിയുമ്പോൾ അതങ്ങ് നോർമൽ ആയിക്കോളും, പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ ഒരു വെയിനിൻ്റെ ഉൾഭിത്തി നശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നീര് വരും. നീര് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് സർജറിയിലോട്ടും ഒരു ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസിയിലോട്ട് പോയാൽ പിന്നെ നമുക്ക് എന്താ ട്രീറ്റ്മെൻറ്റ് സർജറി തന്നെയാണ്, അല്ലാതെ വേറൊരു മാർഗവും ഇല്ല. അപ്പം അതിന് മുമ്പ് തന്നെ ഇത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക. ഇത് 1 വേ വാൾവാണ്. ഈ വെയിനിനകത്ത് ഒരു വാൾവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. ഇനി ഇതിനകത്ത് ചെയ്യേണ്ട കുറച്ച് വ്യായാമങ്ങളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായി പറയാം. പിന്നെ വേറൊരു കണ്ടുപിടുത്തം കുറേ നാളായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ, സ്ഥിരമായ മലബന്ധം ഉള്ളവരിൽ വെരിക്കോസ് വെയിൻ ഉണ്ടാകാറുണ്ട്. കാരണം ഇത് രണ്ടും വളരെ ക്ലോസ് ആണ്. നമ്മുടെ ഈ ശരീരത്തിലെ കാലിൽ നിന്നുള്ള സെരകളും അതുപോലെ എല്ലാത്തിൻ്റെയും മെയിൻ സെരകൾ ആ ഭാഗത്തുള്ളത് കൊണ്ട് അതുകൊണ്ട് അത് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതും ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തിരിക്കണം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഒരു വീഡിയോ പല ആളുകളുടെയും മനസ്സിലുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരവാണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ട്രീറ്റ്മെൻറ്റ് ടാബ്ലറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ പെയിനുള്ള NSAIDs പോലുള്ള മരുന്നുകൾ, പെയിൻ കില്ലർ, അതുപോലെ തന്നെ കാൽഷ്യം ഡൊബസിലേറ്റ് എന്നുള്ള മരുന്നുകളൊക്കെ കൊടുക്കാറുണ്ട്. അത് കാപ്പിലറി പെർമിയബിലിറ്റി കുറയ്ക്കാൻ വേണ്ടി, വിസ്കോസിറ്റി, ബ്ലഡിൻ്റെ ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടി കൊടുക്കുന്ന മരുന്നുകൾ. താൽക്കാലികമായി മാത്രമേ ഗുണം കിട്ടുകയുള്ളൂ. പക്ഷെ അത് പൂർണ്ണമായും ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ ഈ വെരിക്കോസ് വെയിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് മാറുള്ളൂ. അപ്പോൾ ഇത് ധാരാളം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒത്തിരി ആളുകൾ വെരിക്കോസ് വെയിനെ കുറിച്ച് സംസാരിക്കാവോ എന്ന് ചോദിച്ചിരുന്നു. ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ ഇത്തരം ആളുകൾ കഴിക്കേണ്ടതാണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ധാരാളം ആളുകളോട്ട് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവരുടെയും മനസ്സിലുള്ളൊരു സംശയമാണ്. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.